നമസ്കാരം. മഹാവിഷ്ണു ഭഗവാന്റെ 7ാമത്തെ അവതാരമായാണ് ശ്രീരാമസ്വാമിയെ കണക്കാക്കുന്നത്. പുരാണങ്ങളിലും വേദഗ്രന്ഥങ്ങളിലുമെല്ലാം ശ്രീരാമചന്ദ്രന്റെ മഹത്വം പരാമർശിക്കുന്നുമുണ്ട്. ത്രേതായുഗത്തിന്റെ പരിപാലകനായ ശ്രീരാമസ്വാമിയെ ഭക്തർ പൂർണ്ണ ഭക്തിയോടെ തന്നെ ആരാധിക്കുകയും ഭജിക്കുകയും ചെയ്യുന്നതുമാകുന്നു. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ചില നക്ഷത്രക്കാർക്ക് അഥവാ രാശിക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ രാശിക്കാർ ആരെല്ലാമാണ് എന്നും ഈ രാശിക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തീർച്ചയായും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നേ ദിവസം ഏവരും കമന്റ് ബോക്സിൽ ശ്രീരാമജയം എന്ന് രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മിഥുനം രാശിയാകുന്നു. മിഥുനം രാശിക്കാർക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ നല്ല സമയം തന്നെ ജീവിതത്തിൽ ആരംഭിക്കും എന്ന് തന്നെ പറയാം. ഭഗവാന്റെ കടാക്ഷം 7 തലമുറ വരെ ഇവർക്ക് നീണ്ടു നിൽക്കുകയും ചെയ്യുന്നതാകുന്നു. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ചില ജോലികൾ പൂർത്തീകരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ചില ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ബിസിനസ്സിൽ കഠിനാധ്വാനത്തിലൂടെയും നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ നേടുവാൻ സാധിക്കുകയും അതിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. ബിസിനസ്സിൽ വിജയം നേടുവാൻ സാധിക്കുന്നതിനോടൊപ്പം മനസ്സിൽ സന്തോഷം വളരെയധികം നേടുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം ലാഭകരമായ കാര്യങ്ങൾ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതാണ്. തൊഴിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവർ നൽകുന്ന ചില മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന അവസരം വന്നു ചേരും. ധനസമ്പാദനവുമായി ബന്ധപ്പെട്ട് പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാന്റെ കടാക്ഷത്താൽ ഇത്തരത്തിലൊരു സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. തീർച്ചയായും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാം രാശിയാകുന്നു. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കടാക്ഷത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. പ്രധാനമായും സാമ്പത്തികപരമായ ഉയർച്ച, സാമ്പത്തികപരമായ ക്ലേശങ്ങൾ മറികടന്ന് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഈ സമയം ശ്രമങ്ങൾ അനിവാര്യം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിപുലീകരണത്തിന് ബിസിനസ് വിപുലീകരിക്കുവാൻ അവസരങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം. പുതിയ കടകൾ അല്ലെങ്കിൽ പുതിയ രീതിയിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ സ്ഥാപനങ്ങൾ തുറക്കുവാൻ അല്ലെങ്കിൽ കരാറുകൾ നീട്ടിക്കിട്ടുക, പുതിയ കരാറുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, സ്ഥാനക്കയറ്റം ലഭിക്കുക, അത്തരത്തിൽ നിരവധിയാർന്ന സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ ഈ സമയം ദാമ്പത്യ ജീവിതത്തിലും അതേപോലെ കുടുംബത്തിലും നിങ്ങൾക്ക് മനസ്സമാധാനം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തിക സ്ഥിതിയും ഈ സമയം വളരെ ശുഭകരമായി തീരും, അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായി തീരും എന്ന് തന്നെ പറയാം. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സമയമാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ശ്രീരാമസ്വാമിയെ നിത്യവും ആരാധിക്കുന്നതും ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. കൂടാതെ ഹനുമാൻ സ്വാമിയുടെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് കന്നി രാശിയാകുന്നു. കന്നി രാശിക്കാർക്ക് പ്രത്യേകിച്ചും ഭഗവാന്റെ അനുഗ്രഹത്താൽ സാമ്പത്തികപരമായ നേട്ടങ്ങൾ അഥവാ ജീവിതത്തിൽ നാം ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം അനുകൂലമാവുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം
നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്ക് പുറമെ ചില ആഗ്രഹ സാഫല്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. കുടുംബാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. സമ്മാനങ്ങൾ തന്നെ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന് പറയാം. ജോലിയിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും ജീവിതത്തിൽ നിന്നും അകലുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മാനസികമായ പിരിമുറുക്കങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ അഥവാ ആശ്വാസം ലഭിക്കുവാൻ സാധിക്കും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ, പല വ്യക്തികളുമായി ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ അവരുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങൾ കൂടുതൽ അനുയോജ്യമാകുവാൻ കൂടാതെ കൂടുതൽ ദൃഢമാകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ ധനപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് അത് ഏറ്റവും ശുഭകരമായി തന്നെ ഭവിക്കുകയും ചെയ്യുന്നതാകുന്നു. നിങ്ങൾ തീർച്ചയായും ഭഗവാനെ ഈ സമയം ആരാധിക്കേണ്ടതാകുന്നു. ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക. സാധിക്കുന്ന അവസരങ്ങളിൽ എല്ലാം തന്നെ നിങ്ങൾ തീർച്ചയായും ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. തൊഴിലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്ന അവസരം തന്നെയാകുന്നു. കൂടാതെ സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് പുറമെ ജീവിതത്തിലേക്ക് മനസമാധാനം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വന്നു ചേരാം. ഈ സമയം സാമ്പത്തികം മാത്രമല്ല, ഐക്യം വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തീർച്ചയായും ആ തടസ്സങ്ങൾ ഒഴിഞ്ഞ് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ സാധിക്കും. ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ശുഭകരമായ വാർത്തകൾ നിങ്ങൾക്ക് തേടിയെത്തുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാകുന്നു. തീർച്ചയായും ഭഗവാനെ ആരാധിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതാകുന്നു. ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വരുന്ന 7 തലമുറ വരെ നിങ്ങൾക്ക് ആ സൗഭാഗ്യം നീണ്ടു നിൽക്കും. അതിനാൽ തീർച്ചയായും നിത്യവും രാമമന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക. സാധിക്കുന്ന അവസരങ്ങളിൽ എല്ലാം തന്നെ ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും ഇത്തരത്തിൽ ശ്രീരാമക്ഷേത്രത്തിൽ ദർശനം നടത്തുവാനും നിത്യവും ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുവാനും ശ്രമിക്കുക. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.